വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഡീസ വ്ളോഗ്സ്. നമ്മളിന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ആവുമല്ലോ, ഞാൻ എന്റെ വീട്ടിൽ പോകണു. സന്തോഷം സങ്കടല്ലേ വേണ്ടേ? ഞങ്ങളെന്നല്ല അമ്മച്ചിനെയും ഇവിടുന്ന് അപ്പച്ചിനെയൊക്കെ വീട്ടിൽ പോണതിന്റെ വിഷമല്ലേ? ആ വിഷമുണ്ട് നിന്റെ മുഖത്ത് കാണാനുണ്ട്. പൊന്നസത് ഉണ്ടടി ഉണ്ടടി. നീ ആദ്യം ഉണ്ണീന്റെ അടുത്ത് ഡ്രസ് മാറ്റി സമയം കളയണ്ട. ഉണ്ണീന്റെ അടുത്ത് കണ്ടു. അവനെ ചെറിയ പനിയും പോട്ടെ, ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് ഡോക്ടറെയും കൂടി കാണിക്കണം. അപ്പോൾ അത് മാത്രല്ല, പിന്നെ നമുക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന് പോണം. അതായത് എന്റെ അപ്പാപ്പന്റെ കൊല്ലത്തിക്കലല്ല കൊല്ലത്തിലാണ്. അപ്പൊ അതിന് പോണം. പിന്നെ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പൊ അതിന് പോണം. അപ്പൊ പിന്നെ ഇവനെ ഡോക്ടറെ കാണിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കറങ്ങാൻ പോയതാ. പണയിലും ഞാൻ ഡ്രസ് മാറ്റിക്കട്ടെ. അവിടെ കളിക്കാണ്. ഞാൻ അവർ ഉപയോഗിക്കുന്ന ഡൈപ്പർ കണ്ട ലവ് ലാപ്പിന്റെ സുപ്രീം ഡൈപ്പർ പാൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് 10 മില്യൺ പോഴ്സ് ഉണ്ട്. അതുകൊണ്ട് സൂപ്പർ ബ്രീത്തബിലിറ്റി ആണ്. അതുകൊണ്ട് നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അലോവേര ജെൽ ഉള്ള കാരണം കൊണ്ട് റാഷ് ഫ്രീ ആണ്. നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ നല്ല കംഫർട്ടാണ്. ഇതിനൊരു വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് നല്ലപോലെ യൂറിൻ ആയി കഴിഞ്ഞാൽ ഈ യെല്ലോ ലൈൻ ബ്ലൂ കളർ ആവും. അതുപോലെ ഒരു ഡിസ്പോസിബിൾ ടേപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്പോസ് ചെയ്യാനും ഈസിയാണ്. പിന്നെ നല്ല ലിഗ് ലോക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. തൈസി കോഡ് ഒന്നും യൂറിൻ അപ്പോൾ പാസ് ചെയ്യില്ല. അതുപോലെ നൈറ്റ് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ആക്കാം. ഒരു 12 hours നല്ല അബ്സോർബൻസി ഉണ്ട്. പിന്നെ 80 ml ആണ് ഒരു ബേബി സാധാരണ പീ ചെയ്യാറ്. ഇത് യൂറിനായ അപ്പം തന്നെ ജെല്ലായിട്ട് കൺവേർട്ട് ആവും. നല്ല സൂപ്പർ സ്പ്രെഡബിലിറ്റി ആണുള്ളത്. നമ്മൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ലീക്കോ കാര്യങ്ങളോ ഒന്നും ആവില്ല. അതുപോലെ ഇതിന് 360 ഡിഗ്രി പ്രൊട്ടക്ഷൻ ഉണ്ട്. ന്യൂ ബോൺ തൊട്ട് നമുക്ക് സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവന് ലാർജ് സൈസാണ് ഉപയോഗിക്കുന്നത്. സംഭവം സെറ്റായി, ഡ്രസ്സൊക്കെ ഇട്ടു. ഇനിയിപ്പോ ഞങ്ങൾ പോവാണ്. ഞാൻ പറഞ്ഞത് ഞാൻ കുറെ നാളായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാധനം. പുതിയ ഡ്രസ്സാണോ? വെള്ള ഡ്രസ് പുതിയ ഡ്രസ്സാണോ? പുതിയ ഡ്രസ്സാ? പൊന്നിന്റെ ഡ്രസ് പുതിയതാ? എന്നിട്ടാ എന്തിട്ട് ഫാൻ നോക്കണേ? എന്നിട്ട് ഫാനിനെ ഇത്ര ഇഷ്ടമുള്ള ഫാൻ ഇത്ര ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റുമോ? പക്ഷെ ഇതിന് മറ്റേ സാധനം ഉണ്ടാ? മറ്റേ വിഷമൊക്കെ അടിച്ചു വരുന്ന സാധനമാണോ? വിഷടിക്കാത്ത എന്തൊരു സാധനമുള്ള എന്ത് ഇഷ്ടാവുണ്ട്? അവൻ കഴിച്ചോളും. പൊന്നന് ഇഷ്ടായ ഇഷ്ടായാലോ? അപ്പൊ ഇത് പാരുന്നില്ല ചാൻസ് ഇല്ല അല്ലേ? പ്രശ്നമില്ല, ഓരോ മധുരമില്ല. ഇതാണ് ഇതിന്റെ പേര്, ക്ഷമ. ഞാൻ ഇതിന്റെ പീറെന്ന് പറഞ്ഞിരുന്നേ. പീറല്ല, പേർ. അത് വേറെയാ. എന്ത് ഇതാണ് അവിടെ കിട്ടാറ്. കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാവും. ഇതുണ്ടാവും. ഇതാണ് കൂടുതലുണ്ടാവുക. ഇത് അങ്ങനെ പെട്ടെന്ന് ആപ്പിളൊക്കെ പെട്ടെന്ന് കറുത്തു പോകും. ഇതങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം. ഇത് ബനാനയൊക്കെ അതാണ് ഞാൻ നീളത്തിൽ തരണ അതിനടുത്ത് കൊടുക്കാനായിട്ട്. പൊന്നിന് സന്തോഷായോ? നോക്കണേ ഞാൻ ഡാഡയെ കണ്ടേട്ടാ. പൊന്നിനെ കൊണ്ടുപോകണുള്ളൂ ഡാഡാ. ഡാഡ പൊന്നിനെ കൊണ്ടുപോവാട്ടാ. പൊന്നിനെ കൊണ്ടുപോവാട്ടെ. കരയടിച്ചിട്ടാ ഞാൻ പോണ്. എന്നോട് നീ വന്നില്ലേ? നമുക്ക് പോവാ. റെഡിയാക്കിയാ? അല്ല റെഡി അല്ലല്ലോ. അതും ബാഗ് എന്തൊരു ഇത്ര പേര് സാധനങ്ങൾ അവന്റെ ബാഗിൽ. നീ പിടിച്ചോളില്ലേ? എന്റെ ഒരു ബാഗ് വേറെ ഉണ്ട്. അയ്യോ എടുത്തുണ്ടാവും. ഇത് തിന്നു തീർത്തോ? ഓനോട് തിന്നോ? ഒറ്റയ്ക്ക് തിന്നു തീർക്കണ്ടെന്ന് പറഞ്ഞപ്പോ പതുക്കനെ തിന്നാം. എന്തിട്ട് ചാട
എന്തിനൊക്കെ അറിയണ നീ? എന്തിനൊക്കെ അറിയണേ? എടുത്തോ, അതിനെടുത്തോ. പോകുമ്പോ താക്കോല്ലോ പിന്നെ ആണോ? എടുക്കോന്നുള്ള പേടിയാ, അങ്ങനെ തിരിച്ചെടുക്കാന്നല്ലേ? ഫോട്ടോ വെച്ച് ടാറ്റാ ബൈ ബൈ. ഇവ എന്നിട്ട് കാണിക്കണേ ഗൈസ്? നമ്മള് ചാലക്കുടിയിൽ എത്തിയിട്ട് നമുക്ക് നേരെ ഇനി നമുക്ക് നേരെ ബസ്സിൽ കയറാ പോവാ. അത്രയ്ക്കേ ഉള്ളൂ. ഇനി നേരെ വീട്ടിലെത്തിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അതായിരിക്കും നല്ല. തിരക്കുണ്ടാവും. അതായത് ഞാൻ പൊന്നൂസിനോട് പറഞ്ഞു കാറിൽ പോകാനുള്ള ഓപ്ഷൻ. എനിക്ക് ശരിക്കും പറഞ്ഞാല് അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല ബസ്സിന് പോണത്. അത് ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. പക്ഷെ ഇവളെയും ഉണ്ണീനെയും കൊണ്ട് പോകാനായിട്ട് ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല. കാറിന് നീ പോയി നിന്റെ പോലെ തന്നെ ഞാൻ എന്റെ കാര്യം പറയണത്. അപ്പൊ ഞാൻ അത്ര കംഫർട്ടബിൾ അല്ല ശരിക്കും. ഞാൻ അവളോട് പറഞ്ഞു കാർ എടുക്കണോ, കാറിൽ പോകണോ എന്ന് ചോദിച്ചു. പക്ഷെ അവള് വേണ്ടാന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു. ഞാൻ ഇവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞേ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ പോകണം എന്നാണ്, ബസ്സിൽ പോകണം എന്നല്ല. പിന്നെ ഉണ്ടപ്പൻ ബസ്സിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മള് ബസ്സിലാക്കണതാണ് അല്ലേ? ഉറങ്ങിയല്ലോ, കയറിപ്പിളിക്ക് ഉറങ്ങിയോളൂ. പിന്നെ വണ്ടി വന്നുണ്ട്, വന്നുണ്ട്. പിന്നെ നീ ഏത് വണ്ടിയാന്ന് വെച്ചേ? ഗൈസ് അങ്ങനെ നമ്മളൊരു കണക്കിന് ഇവിടെ എത്തി ഗൈസ്. ഇത് മറ്റേ പള്ളി, മേരിമാത പള്ളിയല്ലേ? ഏത് വഴിയായാലും മേരിമാത പള്ളി. അല്ല നീ ബാക്കിൽ കയറിക്കോ. അയ്യോ ഇപ്പൊ അല്ലല്ലോ. കുറച്ചു നേരമായിട്ടുള്ള ഉറങ്ങിട്ട്. കേറിക്കോ. നീ കേറ്. പുതിയതാക്കി ടൈപ്പ് 2 ടൈപ്പ് 4 ഉണ്ടപ്പൻ എന്ത് ചിരിച്ചിരിക്കണേ? അപ്പനും ഓട്ടുണ്ടാവില്ലല്ലോ. ഇന്ന് ടെസ്റ്റ് കൊടുക്കാൻ ഒരു നമ്മുടെ മാലയില്ലേ, മാല, അവരെ വണ്ടി ടെസ്റ്റ് കൊടുക്കാൻ കൊണ്ടുപോയി. ഞാൻ ബസ്സിന് പോകാത്തൊന്നല്ല. എനിക്ക് ബസ്സിന് പോകാൻ ഒരു ഇഷ്ടക്കുറവില്ല. പക്ഷെ നിന്നെയും കൊണ്ട് ഉണ്ണിനെയും കൊണ്ട് ബസ്സിന് വരുമ്പോ നീ ഒറ്റയ്ക്ക് നോക്കി. പക്ഷെ എനിക്ക് എന്റെ പ്രസൻസിൽ നിന്നെയും ഉണ്ണിനെയും കൊണ്ട് പോകുമ്പോ എനിക്കൊരു ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ആ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞേ കാർ എടുക്കായിരുന്നു എന്ന് പറഞ്ഞതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ്. അതെനിക്ക് അപ്പൊ തോന്നിയായിരുന്നില്ല. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും തോന്നിയില്ല. എനിക്ക് ചാലക്കുടി എത്തിയപ്പോഴാണ് എനിക്ക് സ്കൂട്ടറിനൊന്നും ഈ വണ്ടി ആർക്കും കൊടുക്കാറില്ലല്ലോ. ഇല്ല, എനിക്ക് താല്പര്യം കൈ മാറി ഓടിക്കാതെ. അതാണ് ഞാൻ മെയിൻ ആയിട്ട് വർഷമായിട്ട് ഇത് ആരും ഓടിച്ചില്ല. ഒന്നുമില്ലെങ്കിൽ നീ അല്ലെങ്കിൽ അന്ന, പിന്നെ അല്ലെങ്കിൽ അവള്, വേറെ ആരും ഓടിച്ചിട്ടില്ല. പിന്നെ ആരും ഓടിച്ചില്ല. ഞാനാണ് മെയിനായിട്ട് ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഈ വണ്ടി എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മറ്റേ വണ്ടി എടുക്കാന്ന്. നീ കൊണ്ടൊക്കെ നിങ്ങള് ഓടിക്കണ മാതിരി ആവില്ല പുറമുള്ള ഒരാൾക്കാർ. പക്ഷെ എന്നാലും അപ്പനെ ഓടിക്കണ പോലെ ആവില്ല. എന്തായാലും ഞാൻ ഓടിക്കില്ല. നീ ഓടിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പുറം ഓടിക്കുമ്പോൾ ആൾക്കാർ മാറില്ലേ, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. ഈ 15 വർഷമായിട്ട് ഇതാരും തൊടാത്ത 5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു. 5 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞതാ. എനിക്കിത് താല്പര്യം കണ്ടുന്ന ആൾക്കാര് ഓടിക്കുമ്പോ തന്നെ എനിക്കൊരു ഇതാ. അല്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് എടുക്കണ്ട. ഞാനിത് എടുക്കാറില്ല, സ്വന്തം എടുക്കാറില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് പൊന്നൂസിനോട് പറഞ്ഞു. അപ്പൊ പൊന്നൂസ് മതി, പൊന്നൂസ് സമ്മതിച്ചില്ല, ഇതന്നെ എടുത്താ മതി എന്ന് പറഞ്ഞു. ഉറങ്ങാം. ബസ്സിൽ കയറിയപ്പോ തന്നെ ഉറങ്ങിയാള്. വീട്ടിൽ നിന്ന് ഉറങ്ങിയില്ല, അതാണ്. അമ്മാമ്മ വന്നിട്ട് പോയില്ലേ? അമ്മാമ്മ ഉള്ള കാരണം ഉണ്ണിനെ കൊണ്ട് വന്നേ. എന്താടി? ഓ പൊട്ടംബോസ് നമ്മളെ വീട്ടിലെത്തി. ഉണ്ണി നേരെ റൂമിലാണ്. ഉണ്ണി കൊണ്ട് കിടത്തിയില്ലേ? അമ്മാമ്മയുണ്ട് കൂടെ. ഇവിടെ അമ്മാമ്മയുണ്ട്. എന്റെ അമ്മാമ്മയുണ്ട് കൂടെ. ഞാൻ കണ്ടു. കാണിച്ചു കൊടുത്തു. അമ്മനെ കാണിച്ചു. എന്തൊരു കാപ്പിയാ ഇത്? എന്നിട്ടാണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ.
ഇതെന്തിട്ടൊക്കെ ഇട്ടതിനകത്ത് അടിഭാഗം ഇച്ചിരി കരിഞ്ഞെണ്ണുന്നുണ്ട്. ആ ഇതെവിടെ നീ ചില്ലിയൊക്കെ കിട്ടിയതൊക്കെ? ആലപ്പിനോസ് അല്ലേ? ആലപ്പിനോസ് അല്ല, ജലാപ്പിനോസ് എന്ന് പറയാ. ഈ പച്ചക്കളർ ഒരു പുളിയുള്ള സാധനത്തിന്റെ നീ കഴിച്ചത് നോക്കട്ടെ. എടുത്ത് തന്നെ പൈസ എടുത്ത്. ചീസാണ്. രസമുണ്ടോ കഴിച്ചു നോക്ക്. ഇത് അലാറടിക്കണ പോലിട്ടില്ല. നല്ല രസമുണ്ട്. അത്ര രസമുണ്ടോ? ചൂടിന് കുറച്ച് രസമുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് നോക്കുന്നില്ല. ഒരു ഉറക്കം ഉറങ്ങി എണീറ്റ് ഇപ്പൊ സ്ഥലം മാറിയില്ല. ഹസിക്കുട്ട അവ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം എന്തൊരു സംഭവം. ഉറക്കപ്പിച്ചെന്ന് എണീറ്റ്. ഹസി ബേബി അവിടെ 500 മറ്റേത് വന്നത്. അതെ, ഞങ്ങള് അവിടെ പോയപ്പോ ഓൾറെഡി ഞങ്ങള് ഭക്ഷണം കഴിച്ചു. ദോശ കഴിച്ചു, ചിക്കൻ 65 കഴിച്ചു, കപ്പയും മുട്ടയും കഴിച്ചു. ഞാൻ കുറച്ച് ദിവസം കഴിച്ചുള്ളൂ. ബാക്കിയൊക്കെ കഴിച്ചു. ഞാൻ വീഡിയോ ഓണാക്കുമ്പോ ഞാൻ കുറച്ച് കഴിച്ചു. അത്രയ്ക്കേ ഉള്ളൂ. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി ഗൈസ്. ബോൺജോർ തൃശ്ശൂർന്ന് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് അടിച്ചാൽ മതി. ഞങ്ങളുടെ ഒരു ഫുഡിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഫുഡ് മാത്രം നിന്ന് ഞങ്ങൾ നടക്കണത് അല്ലേ? നീ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലിങ്ക് ഇട്ടേക്ക്. കാണാത്ത ആൾക്കാരുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്ത് അടിച്ചാൽ മതി. ബോൺജോർ തൃശ്ശൂർ എന്ന് അടിച്ചാൽ മതി. BONJOUR ജയാണ് ചെയ്യുന്നതാണോ? JOUR ബോൺജോർ തൃശ്ശൂർ. ഓക്കെ, അടിച്ചു നോക്കിയാൽ മതി. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ വേണമെങ്കിൽ ലിങ്ക് ഇടാം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടോ? ഓക്കെ, അപ്പൊ നോക്കിയാൽ മതി. ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ലൈക്ക് അതിന്റെ ട്രൗസർ കാണിക്കാൻ പറ്റില്ല. ഭയങ്കര ബിസിയാണ് അവൻ.